ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്തും നമ്മൾ ഓരോരോ വഴിപാടുകൾ അല്ലെങ്കിൽ ഓരോരോ നേർച്ചകൾ നടത്താറുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ആ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താ എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് കാണുന്ന ചില വഴിപാടുകൾ നമ്മളും നടത്തിയിട്ടിങ്ങ് പോരും. ഓരോ വഴിപാടുകൾക്കും ഓരോ ഫലങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾക്ക് വേണ്ട നേർച്ച തന്നെയാണോ അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഫലത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാരങ്ങാ വിളക്കിനെ കുറിച്ചാണ്. ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും ഇങ്ങനെ നാരങ്ങാ വിളക്ക് കത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തിനാണെന്നോ അതിൻ്റെ ഫലം എന്താണെന്നോ ഒന്നും അറിയാതെയും ചിലർ ഇങ്ങനെ നാരങ്ങാ വിളക്ക് എടുത്ത് ഒപ്പിക്കാറുണ്ട്. ശരിക്ക് എന്തിനാണ് നാരങ്ങാ വിളക്ക് കത്തിക്കുന്നത് എന്നത് നിങ്ങൾക്കറിയാമോ? വിളക്ക് വഴിപാടിലെ പ്രധാനിയാണ് ഈ നാരങ്ങാ വിളക്ക് എന്ന് പറയുന്നത്. രാഹുദോഷ ശാന്തിക്കും ഭഗവതിയുടെ അനുഗ്രഹത്തിനുമായി ദേവീ ക്ഷേത്രത്തിൽ കഴിക്കുന്ന വഴിപാടാണ് നാരങ്ങാ വിളക്ക്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അശുഭങ്ങളും ആപത്തും അകറ്റാനും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും വിവാഹ തടസ്സങ്ങൾക്കും ഒക്കെ ഈ നാരങ്ങാ വിളക്ക് ഉത്തമമാണ്. ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവര്, ചൊവ്വാദോഷം കാരണം വിവാഹം മുടങ്ങിപ്പോകുന്നവര് അല്ലെങ്കിൽ വിവാഹം ശരിയാകാത്ത ആൾക്കാര് ദേവീ ക്ഷേത്രങ്ങളിൽ നാരങ്ങാ വിളക്ക് നേർച്ചയായിട്ട് നൽകാറുണ്ട്. ഇങ്ങനെയുള്ളവര് പ്രധാനമായിട്ടും ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ നാരങ്ങാ വിളക്ക് വഴിപാട് നടത്താൻ പാടില്ല എന്നുള്ളതല്ല, ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് ഏറ്റവും ഉത്തമം. നാരങ്ങാ വിളക്ക് നേർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ട് ദേവീക്ഷേത്രത്തിൽ 101 നാരങ്ങാ വിളക്കാണ് നേർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ആഗ്രഹം പൂർത്തിയായി കഴിഞ്ഞാലും ആ 101 നാരങ്ങാ വിളക്ക് നമ്മൾ തീർച്ചയായിട്ടും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചിലർ ദേവീക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇത്ര നാരങ്ങാ വിളക്ക് നേർച്ച എന്ന രീതിയിൽ മനസ്സിൽ പ്രാർത്ഥിച്ച് ആഗ്രഹം സാഫല്യമായതിനു ശേഷം നാരങ്ങാ വിളക്ക് കത്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ നാരങ്ങാ വിളക്ക് കത്തിച്ചുകൊണ്ട് തന്നെ ദേവിയോട് നമ്മുടെ ആഗ്രഹം പറയുന്ന ആൾക്കാരും ഉണ്ടാകും. ഇനി നാരങ്ങാ വിളക്ക് എങ്ങനെയാണ് കത്തിക്കേണ്ടത് എന്ന് നോക്കാം. നാരങ്ങ നടുമുറിച്ച് മലർത്തി ചിരാത് പോലെ ആക്കുക. ശേഷം നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഒറ്റ സംഖ്യ നാരങ്ങ വിളക്കാണ് വഴിപാടായിട്ട് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരു നാരങ്ങയുടെ ഒരു മുറി മാത്രമാണ് നാരങ്ങ വിളക്കായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു മുറി നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ നാരങ്ങ വിളക്ക് വാങ്ങി സമർപ്പിക്കണമെന്നില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് ഉണ്ടാക്കി കൊണ്ടുപോകാനും സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, നാരങ്ങാ വിളക്ക് വീട്ടിൽ തെളിയിക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലും നാരങ്ങാ വിളക്ക് തെളിയിക്കാം. വീട്ടിൽ അശുദ്ധിയുള്ള ആരും ഉണ്ടായിരിക്കാൻ പാടില്ല. ഈ നാരങ്ങാ വിളക്ക് നമ്മൾ തെളിയിക്കുന്ന സമയത്ത് പൂർണ്ണ ശുദ്ധിയോടെ ആ വീടിനുള്ളിൽ നമുക്ക് പൂജാമുറിയിലോ എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങാ വിളക്ക് തെളിയിക്കാവുന്നതാണ്. വീട്ടിൽ നമ്മൾ നാരങ്ങാ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച ശേഷം വേണം നമ്മൾ നാരങ്ങാ വിളക്ക് കൊളുത്താനായിട്ട്. അതുപോലെ തന്നെ വീടുകളിലാണെങ്കിലും ഒറ്റ സംഖ്യ നാരങ്ങ വിളക്ക് മാത്രമേ തെളിയിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ട്, രാഹുദോഷങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ചൊവ്വാദോഷങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദേവീക്ഷേത്രത്തിൽ നാരങ്ങാ വിളക്ക് നേർച്ച നടത്താവുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാര്യം നടന്നു കഴിഞ്ഞാലും നമ്മൾ നേർച്ച പറഞ്ഞിട്ടുള്ള നാരങ്ങാ വിളക്ക് നമ്മൾ സമർപ്പിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.